ഏറ്റവും വലിയ പരാതി എന്താണ്? ഒരു സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്താൽ എത്ര ദിവസം നടന്നാലും പരിഹാരം ഉണ്ടാകുന്നില്ല. ഇതാണ് മിക്കവാറും വരുന്ന എല്ലാവരുടെയും പരാതി. പെറ്റീഷൻ ഡിസ്പോസലില്ല. അപ്പോൾ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം സമയബന്ധിതമായി നടന്നാലും നടന്നില്ലെങ്കിലും അവർക്ക് തീർപ്പ് കൽപ്പിക്കാമല്ലോ പല കാര്യങ്ങളും. ആ പരാതിക്കാരന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ്റെ ബന്ധം മെച്ചപ്പെടുത്തുക. എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ഉണ്ട്. ഇപ്പം ലോക്കപ്പിലുമുണ്ട്, പുറത്തുമുണ്ട്. അപ്പം ഇത് പൂർണ്ണമായും ഞങ്ങൾ മോണിറ്റർ ചെയ്യും. ഒക്ടോബർ 2-നകം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. ഹൈടെക് സംവിധാനത്തോടുകൂടി എത്ര FIR ഇടും, ആ ഇടുന്ന FIRന് എത്ര പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, കേസുകളുടെ സ്ഥിതി എന്താണ് എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാൽ അറിയാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള ഹൈടെക് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളറായിരിക്കും ഉള്ള പെയിൻ്റ് അടിക്കുന്നത്. എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ തന്നെ പോലീസ് ഇപ്പം സ്റ്റേഷൻ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ SHOമാർ CIമാരായിരുന്നു, അത് മാറ്റി SIമാരാണ് ഇനി SHOമാർ. 64 സ്റ്റേഷനിലാണ് CIമാരുള്ളത്. ഇനിയും മുതൽ 64 സ്റ്റേഷനിൽ മാത്രമേ CIമാർ SHOമാരാവുകയുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന പോലീസ് സ്റ്റേഷനിലും SIമാരായിരിക്കും SHOമാർ. അതിൽ തന്നെ 64 വനിതാ SHOമാരുണ്ടാവും. കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള വനിതാ SHOമാരായിരിക്കും 64 പോലീസ് സ്റ്റേഷനിൽ. മൊത്തത്തിൽ ഓഗസ്റ്റ് 15 മുതൽ പോലീസിൽ ഒരു സമൂലമായ മാറ്റത്തിനും ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും ഉള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുപോലെ ഓരോ പോലീസ് സ്റ്റേഷനുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ജനങ്ങളെ എങ്ങനെ കാണുന്നു, എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ഇതെല്ലാം ഒരു ഫീഡ്ബാക്ക് ഗവൺമെൻറ് കിട്ടും. ഇതിൻ്റെ നോഡൽ ഓഫീസർ ADGP ഇൻ്റലിജൻസ് P. വിജയനാണ്. വിജയൻ DGPക്ക് റിപ്പോർട്ട് കൊടുക്കും. മന്ത്ലി റിപ്പോർട്ട് ഹോം മിനിസ്റ്റർക്ക് DGP നൽകും. അപ്പോൾ അത് വെരിഫൈ ചെയ്ത് എവിടെയെല്ലാം കറക്ഷൻസ് വേണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടെ മൈ പോലീസ് സ്റ്റേഷൻ എന്ന ഒരു പുതിയ സംവിധാനം കേരളത്തിൽ നടപ്പാക്കുകയാണ്. ഇത് ഇന്ത്യയിലെ പോലീസിന് തന്നെ ഒരു മാതൃകയായിരിക്കും. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും എക്സൈസുമായിട്ട് സഹകരിച്ചാണ് ചെയ്യുന്നത്. ഉണ്ട്. എക്സൈസ്, വിദ്യാഭ്യാസം, ഹെൽത്ത്, ഇത് മൂന്നുമായി സഹകരിച്ചാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം ചെയ്ത് 1 മില്യൺ ഗോൾസ്, തുഫാൻ ഗോൾസ് അടിക്കാൻ തീരുമാനിച്ചു. അത് ലോകകപ്പ് നടന്നപ്പോൾ അത് 1 മില്യൺ കഴിഞ്ഞ് 2 മില്യണായി. വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായി സഹകരിക്കുന്നു, എക്സൈസ് വകുപ്പ് സഹകരിക്കുന്നു, ആരോഗ്യ വകുപ്പ് സഹകരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് നടത്തുന്നത്. അല്ല, കൊറിയർ കമ്പനികളോട് ഞാൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയാണ്, ഈ പരിപാടി അവസാനിപ്പിക്കണം. ചിലർ അറിഞ്ഞുകൊണ്ടാണ്, ചിലർ അതൊരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് വേണ്ടി വരും. പോസ്റ്റ് ഓഫീസുകാർക്ക് പരിമിതിയുണ്ട്, കാരണം അവരുടെ ഇതൊന്നുമില്ല. അപ്പം മെയിൻ പോലീസ്, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ചെയ്യും അത്. ഇല്ല, അത് അറിഞ്ഞോ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു ഉൽപ്പന്നം അയക്കാൻ എടുക്കുന്ന ആളുകളോട് പരിശോധിക്കണമല്ലോ. ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ പലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിലൂടെയാണ് അയക്കുന്നത്. അത് കണ്ടുപിടിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ അവർക്ക് കൂടി ഇക്കാര്യത്തിൽ അവർ ജാഗ്രത കാണിക്കണം. കാരണം ഇപ്പോൾ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടേ ഇപ്പോൾ കൊറിയർ അയക്കുക.
അപ്പോൾ അയക്കുന്ന ആളുകൾ ഇനി അവർ ഉദ്ദേശിക്കുന്ന കളി നടക്കില്ല, അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്, അതൊക്കെ പോലീസ് നോക്കിക്കോളും. പക്ഷേ വലിയൊരു മനുഷ്യവേട്ടയാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ നടന്നത്. അതൊന്നും എനിക്കറിയില്ല. അത് പോലീസിൻ്റെതായ രീതിയിൽ അതൊക്കെ ചെയ്യും. നാട്ടിലിറങ്ങി എത്ര ഗുണ്ടകൾ ആളുകളെ ചീത്ത വിളിക്കും, ആളുകളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? പോലീസ് അവർക്കൊരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. എനിക്ക് തോന്നുന്നില്ല. അതാരോ വാർത്ത കൊടുത്തത്, എനിക്കറിയില്ല. അല്ല, അത് പോലീസിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, ചുമ്മാ ആളുകളെ വെടിവെക്കുക ആരെയും. അല്ല, ഇത് ഞങ്ങൾ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. ഒരാൾ റോഡിൽ ഇറങ്ങിയ ആളുകളെ ആക്ഷേപിക്കുന്ന അതിന് പോലീസിൻ്റെ ഒരു രീതിയുണ്ട്, അതവർ ചെയ്തോളും. നോക്കാം. അല്ല, ഇതേ രീതിയിൽ തന്നെ ആക്ഷേപം ഉയരുന്നത്, ഇതേ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവരുണ്ട്. പി.ജി. മോഹൻദാസിന്റെ കേസുകളായാലും മറ്റു കേസുകളായാലും ഈ ആരോപണമൊന്നും ആ കേസുകളിൽ കാണിക്കുന്നില്ല. അല്ല, മോഹൻദാസിന്റെ കേസെടുത്തല്ലോ. അല്ല, കേസെടുത്തു, കേസെടുത്തു, അന്വേഷണം നടക്കുകയാണ്. അതതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചില കേസുകൾക്കേ അതിൻ്റെ സ്വഭാവം അനുസരിച്ചല്ലാതെ മറ്റ് നടപടി എടുക്കാൻ പറ്റുമോ? ഇപ്പം നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് കേസിൻ്റെ സ്വഭാവവും രീതികളും നോക്കിയല്ല പോലീസിന് ചെയ്യാൻ പറ്റുമോ? കാരണം പോലീസിൻ്റെ എല്ലാ നടപടികളും ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാണ്. നമ്മൾ കാര്യം ചെയ്താൽ അപ്പം തന്നെ കോടതിയിൽ പോകും ആളുകൾ. പിന്നെ കോടതി സർക്കാരിനെ കുറ്റപ്പെടുന്നില്ലേ? അപ്പം അത് സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, ഏത് കേസാണെങ്കിലും. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഈ സർക്കാർ പലപ്പോഴും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ട് ഒരു ആരോപണമുണ്ട്. ഏറ്റവും അവസാനം ജനഗണമന വന്ദേ മാതരം അത് ഓഗസ്റ്റ് 15 പൂർണ്ണമായും പാടണം എന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടതായി കേൾക്കുന്നു. ഞങ്ങളൊരു നേതാവ് കൂടിയാണ്, വർക്കിംഗ് സമിതി അംഗമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉത്തരവിട്ടോ? കഴിഞ്ഞ തവണ വന്ദേ മാതരം നമ്മൾ ആലപിച്ചത് മുഴുവൻ ആലപിച്ചില്ലായിരുന്നല്ലോ. പുതിയ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഉത്തരവിട്ടെന്ന്. അല്ല, ഉത്തരവിട്ടെന്ന് നിങ്ങളാണല്ലോ പറയുന്നത്, ഞാൻ പരിശോധിക്കാം. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം.